ഹലോ, ലെറ്റ്സ് മേക്ക് എ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇവിടെ കടുകിൻ്റെ എണ്ണയാണ് അവൈലബിൾ, അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ കടുകൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എന്ന ക്രമത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അധികം പച്ചമുളക് ഇതിലേക്ക് ഇടുന്നില്ല, 2 പച്ചമുളക് ഇടുന്നുള്ളൂ. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുന്നേ ചൂടാക്കി വെച്ച മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി സവോളയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി കുറച്ച് വെള്ളം ചേർത്തരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻകറിയുടെ ചാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ 10 മിനിറ്റ് മുന്നേ 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പുഴമീനാണ് എടുക്കുന്നത്, കാരണം ഉത്തർപ്രദേശിൽ ഈ മീനാണ് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴും മീൻ ഉടയാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ കറിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് മീനൊന്ന് നന്നായിട്ട് വേവാനും പിന്നെ ലേശം കറി വറ്റി വന്നിട്ട് കുറച്ചൊന്ന് കുറുകാനും വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ വേവ് പോലെ ഇരിക്കും കറി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയവും. ഇനി നമ്മുടെ മീൻകറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പം കുറച്ച് ഉലുവ ഇടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഉലുവയുടെ കൂടെ നിങ്ങൾക്ക് കടുകും ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കടുകില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുകിടാത്തത്. ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മീൻകറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ കറിയിൽ സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയും മുളക് പൊടിക്ക് പകരം വറ്റൽമുളകും യൂസ് ചെയ്യുകയാണെങ്കിൽ കറി കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക.